കൊല്ലത്തെ തീതുപ്പുന്ന കാർ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് രൂപമാറ്റം വരുത്തിയ കാർ കണ്ടെത്തിയത്. വാഹനം ട്രാഫിക് സ്റ്റേഷനിലേക്ക് മാറ്റി. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ്റേതാണ് വാഹനം. എൻഫോഴ്സ്മെന്റ് RTO ദിലീപും സംഘവുമാണ് വാഹനം കണ്ടെത്തിയത്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, തീ അണച്ചു MVD അല്ലേ? പറയണം. അതായത് ഈ കുണ്ടറയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിനിടെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കുന്നത്. അതായത് ഈ കാറിന്റെ പുറകുവശത്ത് നിന്നും, അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള കാറായിരുന്നു. ഇതിൽ സൈലൻസറിന്റെ ഭാഗം അത് മറ്റൊരു സംവിധാനം ഒരുക്കിയിരുന്നു. അതായത് തീ തുപ്പുന്ന തരത്തിലായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ആ പ്രചരിപ്പിക്കുന്നത് പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീട് ഈ വാഹന ഉടമയെയും വാഹനത്തിനും വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു ഈ എൻഫോഴ്സ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും RTOയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ ഈ വാഹനവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഉടമയെയും കണ്ടെത്തിയിട്ടുണ്ട്. 2017 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇയാൾ വാങ്ങുന്നത് 2024 ഈ 11 പിഴ ഈ വാഹനത്തിന് ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 4 എണ്ണം അടച്ചിട്ടുമുണ്ട്. ഈ വാഹനം ഇപ്പോൾ കണ്ടെത്തിയതിനു ശേഷം ട്രാഫിക് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് ഈ വാഹനം. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്കാണ് റദ്ദ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വാഹന ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ പ്രചരിച്ച ഒരു ദൃശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നതും കൂടിയായിരുന്നു. കാരണം ഒരു കാറിന്റെ പുറകുവശത്ത് നിന്നും സാധാരണ രീതിയിലല്ല, ഇത് വലിയ രീതിയിൽ ഒരു തീ പടരുന്ന, അതായത് തീ തുപ്പുന്ന തരത്തിലൊരു വാഹനം, ആ വാഹനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെടുത്തിട്ടുള്ളത്. ശരി, തീ തുപ്പുന്ന വാഹനം അങ്ങനെ MVD പോക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു